നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്യാജരേഖ ഉപയോഗിച്ച് പാർലമെന്റിൽ കടക്കാൻ ശ്രമം, 3 പേർ പിടിയിൽ. പാർലമെന്റിൽ വ്യാജരേഖ ഉപയോഗിച്ച് കടക്കാൻ ശ്രമിച്ച 3 പേർ പിടിയിൽ. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് കടക്കാൻ ശ്രമിച്ച 3 തൊഴിലാളികളെയാണ് പിടികൂടിയത്. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കാസിം, മോനിസ്, ഷോയിബ് എന്നിവരാണ് പിടിയിലായത്. ഗൂഢാലോചന, വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അബുദാബിയിൽ കണ്ണൂർ സ്വദേശിനിയായ യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ ജില്ലയിലെ അലവിൽ സ്വദേശിയായ യുവതിയെ അബുദാബിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. അലവിൽ കുഞ്ഞാവിന് സമീപം മൊട്ടമ്മൽ ഹൌസിൽ പരേതനായ സുബ്രഹ്മണ്യന്റെയും സുമയുടെയും മകൾ MB മനോജ്ഞയാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. യുവതിയുടെ മരണത്തിന് പിന്നിൽ കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഇവരുടെ ഭർത്താവ് ലിനേഗ് അബുദാബി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മരണം നടന്നതെന്നാണ് സൂചന. അന്നു മുതൽ നാട്ടിൽ നിന്നും ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അബുദാബിയിലുള്ള ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. ലിനേഗ് അപ്പോഴും ഫ്ളാറ്റിലുണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രി ഇവരുടെ ഫ്ളാറ്റിൽ ബഹളം കേട്ടതായി അയൽവാസികൾ അബുദാബി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. 2021 ഏപ്രിൽ 17-നാണ് മേലച്ചൊവ്വ സ്വദേശി ലിനേഗും മനോജ്ഞയും വിവാഹിതരാകുന്നത്. 1.5 വർഷം മുമ്പ് അബുദാബിയിലെത്തിയ മനോജ്ഞ വെബ് ഡെവലപ്പറായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് മാനേജറാണ് ലിനേഗ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്, യുവതിക്ക് നഷ്ടമായത് ലക്ഷങ്ങൾ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത യുവതിയിൽ നിന്നും പണം തട്ടിയതായി പരാതി. മാരാമൺ സ്വദേശിനി സോന സുരേഷാണ് തട്ടിപ്പിനിരയായത്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലൂടെ ജോലിക്കായി അർമീനിയയിലെത്തിയ ശേഷമാണ് ചതിക്കപ്പെട്ട കാര്യം തിരിച്ചറിഞ്ഞതെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ജോലി വാഗ്ദാനം ചെയ്ത സ്ഥാപനത്തിലെ ജീവനക്കാരനും സുഹൃത്തുമായ കണ്ണൂർ സ്വദേശി അനുരാജാണ് യുവതിയിൽ നിന്ന് പലതവണയായി പണം കൈപ്പറ്റിയത്. ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന സ്ത്രീ ഉൾപ്പെടെ മറ്റു 3 പേരുടെ വിവരങ്ങൾ ലഭ്യമല്ല. പച്ചക്കറി ഫാക്ടറിയിൽ പാക്കേജിംഗ് ഡിവിഷനിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞാണ് സോനയെ അർമീനിയയിലേക്ക് അയച്ചത്. അവിടെ എത്തിയ ശേഷമാണ് ജോലിയില്ലെന്നും താമസ സ്ഥലം പോലും ഒരുക്കിയിട്ടില്ലെന്നും അറിഞ്ഞത്. പിന്നീട് അവിടെ തന്നെയുള്ള ഒരു വീട്ടിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നവരും ഇതുപോലെ ചതിക്കപ്പെട്ടെത്തിയവരായിരുന്നു. വൻതുക മുടക്കി ജോലിക്കായി എത്തിയിട്ട് വെറുങ്കയോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാത്തതിനാൽ വിസ കാലാവധി അവസാനിച്ചിട്ടും അവിടെ തുടരുന്നവരായിരുന്നു അവർ. സോന പിന്നീട് നാട്ടിലെത്തിയ ശേഷം പലതവണ അനുരാജുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. പോലീസിൽ പരാതി നൽകിയതോടെ 1 ലക്ഷം രൂപ തിരികെ നൽകി. ബാക്കി തുക ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ഒഴിഞ്ഞുമാറി. പിന്നീട് ഫോണിൽ ബ്ലോക്ക് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട കോയിപ്പുറം പോലീസിൽ യുവതി വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ വിവാദം പുകയുന്നു. സർക്കാരിനെതിരെ പ്രിയങ്ക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ വിശദ പരിശോധന നടത്താനൊരുങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഇതിന്റെ ഭാഗമായി NDAയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. എന്നാൽ വീണ്ടും പരീക്ഷ നടത്തേണ്ട സാഹചര്യമില്ലെന്നാണ് NDA മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ അട്ടിമറി ഉണ്ടായിട്ടില്ലെന്ന് ഇന്നലെ NDA വിശദീകരിച്ചിരുന്നു. അതിനിടെ നീറ്റ് പരീക്ഷയിലെ അട്ടിമറി ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ പരാതികൾ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ച പ്രിയങ്ക, വിദ്യാർത്ഥികളുടെ പരാതികൾക്ക് സർക്കാർ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പരാതികൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രിയങ്ക സമൂഹമാധ്യമമായ Xൽ കുറിച്ചു. ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ വ്യാജമായി വിൽക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് നിയമ നടപടിയിലേക്ക്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ വ്യാജ പതിപ്പുണ്ടാക്കി വിൽപ്പന നടത്തുന്നതായി പരാതി. തട്ടിപ്പിനെതിരെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നിയമ നടപടി തുടങ്ങി. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ, ഡോക്ടർ R ഗോപിനാഥൻ രചിച്ച കേരള തനിമ തുടങ്ങിയ പുസ്തകങ്ങളുടെ വ്യാജ പതിപ്പാണ് വിൽപ്പനയിലുള്ളത്. പുസ്തകങ്ങളുടെ ഫോട്ടോകോപ്പി എടുത്ത് പുറം ചട്ടയിട്ട് പുസ്തക രൂപത്തിലാക്കി ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയാണ് വിൽക്കുന്നത്. പിന്നീട് കോട്ടയത്തെ ഒരു സ്ഥാപനമാണ് ഇത് ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അറിയിച്ചു. ഈ പുസ്തകങ്ങളുടെ എല്ലാം പകർപ്പവകാശം ഇപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. പലതും പുറത്തു വാങ്ങാൻ കിട്ടുന്നതല്ല. പുസ്തകത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോയും ഇതിൽ ചേർത്തിട്ടുണ്ട്.